നമസ്കാരം രമേന്ദ്ര സാറേ. സ്വാതന്ത്ര്യദിനത്തിൽ ഈ ഉപചാരപരമായ ആശംസകൾ നേരുന്നതിന് പകരം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്നും ഉയർന്നു വന്ന പ്രമാദമായൊരു വിഷയം, ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കപ്പെട്ട അനുഭവം ഉള്ളത് കേരളത്തിലാണ്. 1957 തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ വിമോചന സമരത്തെ തുടർന്ന് 59 പുറത്താക്കപ്പെട്ടു. അത് കേരള രാഷ്ട്രീയത്തിൽ എന്നും ഇടയ്ക്കിടെ ഉയർന്നു വരുന്ന വിഷയമാണ്. ഇന്ന് നമുക്കത് വീണ്ടും ചർച്ച ചെയ്യേണ്ടി വന്നിരിക്കുന്നു. സ്വാതന്ത്ര്യദിനത്തിലായി എന്നത് നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. സ്വാതന്ത്ര്യദിനം ഇതിനൊക്കെ ഉള്ളതാണ്. ബൗദ്ധികമായ വ്യായാമങ്ങൾക്കും ചർച്ചകൾക്കൊക്കെ ഉപകരിക്കേണ്ടതാണ്. ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട പത്രവാർത്ത, ഒരു ബ്രിട്ടീഷ് പുസ്തകം, ബ്രിട്ടീഷുകാരൻ എഴുതിയ പോൾ മെക്കർ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരൻ എഴുതിയൊരു പുസ്തകം വന്നിട്ടുണ്ട്. ആ പുസ്തകം വീണ്ടും ഇത് ചർച്ചയ്ക്ക് കൊണ്ടുവരികയാണ്. കേരളത്തിൽ നടന്ന വിമോചന സമരം, അതിൽ ബ്രിട്ടീഷ് ചാരസംഘടനകൾ MI6ഉം MI5ഉം ആ രണ്ട് ചാരസംഘടനകളുടെ ഇടപെടൽ, എന്നിട്ട് ഇവിടുന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോയി പരിശീലനം കൊടുത്തിട്ടാണ് വിമോചന സമരം നടത്തിയത്. തീർച്ചയായിട്ടും ബ്രിട്ടീഷ് ചാരസംഘടനകൾക്കും അമേരിക്കൻ ചാരസംഘടനകൾക്കൊക്കെ അതിൽ പങ്കുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ. ഇതിൻ്റെ അതോറിറ്റി എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഈ വിഷയം എന്നെപ്പോലുള്ളവർക്ക് അറിയാനും നമ്മുടെ പ്രേക്ഷകർക്ക് കേൾക്കാനും വേണ്ടി ചോദിക്കാവുന്ന ഓതൻറ്റിക് ആയിട്ടുള്ള റിസോഴ്സ് എന്ന നിലയിൽ രാമേന്ദ്ര സാറ് ആ വിഷയത്തെക്കുറിച്ച്, ഈ പുസ്തകത്തെക്കുറിച്ചും അതിൻ്റെ യഥാർത്ഥ വസ്തുതകളെക്കുറിച്ചും ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ഇത് ഈ നക്ഷത്രവും ചുറ്റികയും എന്ന പേരിൽ ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇവിടുത്തെ ചരിത്രം എഴുതിയിട്ടുണ്ട്. ആ നക്ഷത്രവും ചുറ്റികയും എന്ന ചരിത്രത്തിലെ ഒരു അധ്യായം കേരളത്തിലെ EMS സർക്കാരിനെ പുറത്തിറക്കാൻ വേണ്ടി CIA നടത്തിയ ഇടപെടലുകളും അതിൻ്റെ ശ്രമവും അതിൻ്റെ വിശദാംശങ്ങളും ഒക്കെ അതിൻ്റെ അകത്തുണ്ട്. എൽസ്വർത്ത് ബങ്കർ എന്ന് പറഞ്ഞ ആ കാലത്ത് അമേരിക്കയുടെ ഡൽഹിയിലെ സ്ഥാനപതിയായിരുന്ന ആള് കോൺഗ്രസ് നേതാക്കൾക്ക്, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതാവായിരുന്ന SK പാട്ടീലാണ് ഈ പണം കേരളത്തിലൊക്കെ വിതരണം ചെയ്തിരുന്നത്. SK പാട്ടീലിന് CIA പണം കൊടുക്കുക, നെഹ്റു ഏൽപ്പിച്ചിരിക്കുന്നത് SK പാട്ടീലിനാണ്. SK പാട്ടീലിന് CIA പണം കൊടുക്കുന്നു. അദ്ദേഹം ഇവിടെ വന്നിട്ട് സഭ, പിന്നെ വേറെ ചില നേതാക്കളും ഒക്കെ ഉണ്ടല്ലോ, നായർ സമുദായമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ വിതരണം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ കുറച്ചുകൂടിയൊക്കെ ഞാൻ വേണമെങ്കിൽ അത് വിശദീകരിക്കാം. പക്ഷെ ഇപ്പം നടന്നിരിക്കുന്ന ഈ സംഭവം പറയാം. അതായത് ബ്രിട്ടൻ ഇതിലിടപെട്ടിരുന്നു എന്നാണ് ഈ പുതിയ പുസ്തകത്തിൽ പോൾ മഗ്ഗർ പറയുന്നത്. പക്ഷെ ബ്രിട്ടൻ ഇടപെട്ടിരുന്ന വേറൊരു സംഭവം കൂടി ഉണ്ട്. അത് കേരളത്തിലെ കണ്ണൻ ദേവൻ ചായ കമ്പനിയില്ലേ, അതിൻ്റെ ശരിക്കും അത് ജെയിംസ് ഫിൻലേ എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് കമ്പനിയുടെ സബ്സിഡിയറി ആയിരുന്നു ചായ. ഈ ചായ മുതലാളി ഉണ്ടല്ലോ ഫിൻലേ, ഈ ഫിൻലേ EMS സർക്കാരിനെ പുറത്താക്കാനായിട്ട് ഇടപെട്ടതായിട്ട് രവിരാമന്റെ പുസ്തകത്തില്, ഇംഗ്ലീഷ് പുസ്തകത്തില് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബ്രിട്ടൻ പ്ലാനിംഗ് ബോർഡ് അംഗമായിരുന്നു. അപ്പൊ ബ്രിട്ടൻ ശരിക്കും ഇടപെട്ട ഒരു കഥ നേരത്തെ തന്നെ നമുക്ക് വന്നതാണ്. ഇത് ശരിക്കും ഇടപെട്ടതല്ല, ഇടപെടാൻ ശ്രമിച്ചിരുന്നു എന്നാണ് ഈ പുസ്തകത്തില്. ഇപ്പോ സ്പൈയിങ് ഇൻ സൗത്ത് ഏഷ്യ, ബ്രിട്ടൻ, ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ഇന്ത്യ സീക്രട്ട് വാർ എന്ന പുസ്തകമാണ് പോൾ മഗ്ഗാറിന്റെ ഇപ്പോൾ വന്നിരിക്കുന്നത്. അതില് ബ്രിട്ടീഷ് ചാര സംഘടനകളായ MI6, MI5 എന്നിവ ഇവിടെ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ, EMS സർക്കാരിനെ പുറത്തിറക്കാൻ ഇടപെട്ടു എന്നാണ്. ഇപ്പോൾ മിലിറ്ററി ഇന്റലിജൻസ് എന്നാണ് MI എന്ന് പറഞ്ഞാല്. MI5, MI6 അവിടുത്തെ ആ കാലഘട്ടങ്ങളിലൊക്കെ ഈ ചാരപ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്ന ബ്രിട്ടീഷ് ചാരസംഘടനകളാണ് ഇവ. ഉദാഹരണത്തിന് VK കൃഷ്ണമേനോൻ ബ്രിട്ടനിലാണല്ലോ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ VK കൃഷ്ണമേനോൻ ഇവിടെ പ്രതിരോധ മന്ത്രി ആയിരിക്കുമ്പോൾ VK കൃഷ്ണമേനോനെ പറ്റിയൊരു ഡോസിയർ തന്നെ ഈ MI5 ഉണ്ടാക്കിയിരുന്നു. അതൊക്കെ ഡീക്ലാസിഫൈ ചെയ്ത് അടുത്ത കാലത്താണ് വന്നിരിക്കുന്നത്. ഈ VK കൃഷ്ണമേനോൻ മയക്കുമരുന്നിന് അടിമയാണെന്ന് ആ ഡോസിയറിലുണ്ട്. ഒരുപാട് കറുപ്പ് തീറ്റയും ശരിക്കും അതിന് ഒരു അഡിക്റ്റ് ആയിരുന്നു എന്നൊക്കെ ഈ MI5ന്റെ ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സിൽ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ IB ഒക്കെ ഇല്ലേ, IB ഒക്കെ പോലത്തെ സംഘടനകളാണ് ഈ MI5, MI6 എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവര് അത് ഈ നവീകരിക്കുമ്പോഴാണ് നമ്പർ മാറുന്നത്, കാലാനുസരിച്ച്. അപ്പോ ഈ പോൾ മഗ്ഗർ എന്ന് പറഞ്ഞ ഈ പുസ്തകം എഴുതിയിരിക്കുന്ന ആള് ലണ്ടനിലെ കിങ്സ് കോളേജിൽ ലെക്ചറാണ്. അദ്ദേഹം ഈ അമേരിക്കയുടെ ചാരസംഘടന CIA ഇവിടെ നന്നായിട്ട് പണിതു എന്നുള്ളത് വാസ്തവമാണ്, വിഖ്യാതവുമാണ്.
പക്ഷെ ബ്രിട്ടീഷ് ചാരന്മാരുടെ കാര്യം ഈ പുസ്തകത്തിലാണ് ആദ്യമായിട്ട് വരുന്നത്. അതാണ് ഈ പുസ്തകത്തിന്റെ ഇമ്പോർട്ടൻസ്. ഫിൻലേയുടെ കാര്യം പറയുന്നത് ഈ മുതലാളിമാരുടെ ഇടപെടലാണ്. അപ്പോൾ 1960 വരെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായിരുന്ന മാൽക്കം മക്ഡൊണാൾഡ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ വരുന്നതിന്റെ ആശങ്ക അമേരിക്കൻ എംബസിയായിട്ട്, ഡൽഹിയിൽ തന്നെയാണല്ലോ അമേരിക്കൻ എംബസി, ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറുടെ ഓഫീസ്. അപ്പം മക്ഡൊണാൾഡ് ഇത് അമേരിക്കൻ എംബസിയുമായിട്ട് ആശങ്ക, നമ്മൾ ഒന്നിച്ച് നിൽക്കണം, ഇവരെ പുറത്താക്കണം എന്നുള്ള ആശങ്ക പങ്കുവച്ചിരുന്നു എന്ന്. അപ്പോൾ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളെ, ഇവിടെ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളെ ബ്രിട്ടനിൽ എത്തിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ അപകടങ്ങൾ ബോധ്യപ്പെടുത്തുക, അവരെ എങ്ങനെ നേരിടാമെന്ന് പരിശീലിപ്പിക്കുക. അതിന് ബ്രിട്ടീഷ് ചാരന്മാർ ഇന്ത്യൻ രഹസ്യാന്വേഷണ സംഘവുമായിട്ടൊരു പദ്ധതി തയ്യാറാക്കി എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. 1958 അന്നത്തെ ഇന്റലിജൻസ് ബ്യൂറോയുടെ മേധാവി BN മല്ലിക് ആണ്. BN മല്ലിക് ഈ സംയുക്ത നീക്കത്തിന് ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ വിഭാഗത്തിന് അനുവാദം കൊടുത്തതായിട്ട് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അനുമതി വാങ്ങാൻ കോമൺവെൽത്ത് സെക്രട്ടറി ലോർഡ് ഹോം ഡൽഹിയിൽ വന്നു. ലോർഡ് ഹോം ഡൽഹിയിൽ വന്നിട്ട് അന്നത്തെ ആഭ്യന്തരമന്ത്രി ഗോവിന്ദ് വല്ലഭ് പന്തിനെ കണ്ടു. ധനകാര്യമന്ത്രിയായിരുന്ന മൊറാർജി ദേശായിയെ കണ്ടു. പക്ഷെ നെഹ്റുവിന് ഈ കാര്യത്തിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് പോൾ മഗ്ഗറുടെ ഈ പുസ്തകത്തിൽ പറയുന്നത്. അപ്പൊ ഡൽഹിയിൽ നെഹ്റുവിന് ഈ ഇതിൽ വലിയ താല്പര്യമില്ലാത്തതിന്റെ കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്, നെഹ്റു എന്തായാലും CIA ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ബ്രിട്ടീഷ് ചാരന്മാര് പ്രത്യേകിച്ച് ഇടപെടേണ്ട കാര്യമില്ല, ഞാൻ ഒരാളെ ഈ കാര്യങ്ങളെ ഏൽപ്പിച്ചു. അതെ, പിന്നെ ഇന്ദിരാഗാന്ധി ആ കാലത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് രംഗത്ത് വന്നിട്ട് നെഹ്റുവിന് കമ്മ്യൂണിസ്റ്റുകാരെ പുറത്താക്കാൻ താല്പര്യം ഇല്ലെങ്കിലും ഇന്ദിരാഗാന്ധിയുടെ വലിയ സമ്മർദ്ദം ആ കാലത്ത് ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാര്യങ്ങൾ ഒക്കെ S. ഗോപാൽ എഴുതിയ നെഹ്റുവിന്റെ ജീവചരിത്രത്തിൽ നിന്നൊക്കെ നമുക്ക് S. ഗോപാൽ ഡോക്ടർ S. രാധാകൃഷ്ണന്റെ മകനാണ്. അദ്ദേഹം എഴുതിയ നെഹ്റു വലിയ വിഷാദവാനായിരുന്നു ആ കാലത്ത്, പക്ഷെ ഇതൊക്കെ ചെയ്യേണ്ടി വന്നു എന്നൊക്കെ സാറിന്റെ പുസ്തകം ഫാക്ച്വലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് ഈ ജെയിംസ് ഫിൻലെ എന്ന് പറഞ്ഞ ചായ കമ്പനി ഉണ്ടല്ലോ, വലിയ ചായ മുതലാളിമാര്, അവർ ഈ കണ്ണൻ ദേവൻ പേരിട്ട് എന്തിനാണ് സാർ? കണ്ണൻ ദേവൻ എന്നുള്ളത് ആ പ്രദേശത്തെ ഈ ആ സ്ഥലത്തിന്റെ ഒക്കെ പേരും ആദിവാസികളുമായിട്ട് ബന്ധപ്പെട്ട ഗോത്രവർഗ ഇതിൽ നിന്നൊക്കെ ഉള്ളതാണ്, ആ മലയുടെ പേരാണത്. അപ്പോ ഈ പ്ലാന്റേഷൻ ലോബി EMS സർക്കാരിന് പുറത്താക്കാനായിട്ട് ഇടപെട്ടു എന്നുള്ളതാണ് ആസൂത്രണ ബോർഡ് അംഗമായിരുന്ന KV രവിരാമൻ ഗ്ലോബൽ ക്യാപിറ്റൽ ആൻഡ് പെരിഫറൽ ലേബർ എന്ന് പറഞ്ഞ 2009 പുസ്തകത്തിൽ പറയുന്നത്. അപ്പൊ ആ പുസ്തകത്തില് അദ്ദേഹം ഈ ലേബറിലെ തൊഴിൽ കാര്യങ്ങളിലൊക്കെ എക്സ്പെർട്ടായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഇത് എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് വെച്ചാൽ, ഈ കണ്ണൻ ദേവന്റെ ഇവിടെ ജനറൽ മാനേജറായിരുന്ന വാൾട്ടർ സ്മിത്ത് സദർലാൻഡ് എന്ന് പറഞ്ഞ ആള്, ഈ സദർലാൻഡിന്റെ അദ്ദേഹത്തിന്റെ ഓർമ്മകള് മെമ്മയർ ഓഫ് വാൾട്ടർ സ്മിത്ത് സദർലാൻഡ് മാക്കേ, അദ്ദേഹത്തിന്റെ 1976 അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പുകളൊക്കെ വന്നു. അപ്പോ ആ ഓർമ്മക്കുറിപ്പുകൾ വെച്ചിട്ടാണ് രവിരാമൻ ഇത് പറഞ്ഞത്. ഞങ്ങൾ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഇവിടെ മൂന്നാറില് ഇതിന്റെ ജനറൽ മാനേജർ ആയിരുന്ന വാൾട്ടർ സ്മിത്ത് സദർലാൻഡ് മാക്കേ എഴുതിയിട്ടുണ്ട്. അപ്പോ ഈ 1924 1987 കാലത്ത് ഇദ്ദേഹം ജനറൽ മാനേജർ ആയിരുന്നു, ഈ കണ്ണൻ ദേവൻ. അത് ഫിൻലെ ഗ്രൂപ്പിന്റെ ആയിരുന്നു. അന്ന് കണ്ണൻ ദേവൻ ഒരു സബ്സിഡിയറി കമ്പനിയാണ് ഈ ജെയിംസ് ഫിൻലെ ഗ്രൂപ്പിന്റെ. അത് ബ്രിട്ടനിലാണ് ജെയിംസ് ഫിൻലെ ഗ്രൂപ്പ്. അപ്പോ ഈ ബ്രിട്ടൻ ഇതില് ഇടപെട്ടു എന്നുള്ളത് മുമ്പ് തന്നെ നമുക്ക് അത്യാവശ്യം അറിയാവുന്ന കാര്യമാണ്. അത് പ്ലാന്റേഷൻ ഗ്രൂപ്പ് EMSനെ പുറത്താക്കാനായിട്ട് ഇടപെട്ട കഥയാണ്. ഈ ചാരസംഘടനകൾ ബ്രിട്ടീഷ് ചാരസംഘടനകൾ ഇതിൽ ഇടപെട്ടു എന്നുള്ളത് ഈ പോൾ മഗ്ഗറിന്റെ പുതിയ പുസ്തകത്തിലാണ് പറയുന്നത്. പക്ഷെ ഇടപെട്ടെങ്കിലും
അതിന് നെഹ്റു അനുവാദം കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടേ ഒരു ചീറ്റിപ്പോയ പദ്ധതിയാണല്ലോ അത്, നടക്കാതെ പോയ. കാരണം CIA രംഗത്തുണ്ടല്ലോ. അപ്പൊ CIAയുടെ കഥ എങ്ങനെയാന്ന് വെച്ചാൽ, എൽസ്വർത്ത് ബങ്കർ 1956 മുതൽ 61 വരെ മറ്റേ അമേരിക്കയുടെ സ്ഥാനപതിയായിരുന്ന ആളാണ്. എൽസ്വർത്ത് ബങ്കറാണ് കോൺഗ്രസിന് EMS സർക്കാരിനെ പുറത്താക്കാനായിട്ട് പണമൊക്കെ കൊടുത്തതെന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിയാം. അന്ന് ഈ അമേരിക്കൻ എംബസിയിൽ ഉണ്ടായിരുന്ന പിൽക്കാലത്ത് വന്ന ഡേവിഡ് ബർജസ് അദ്ദേഹം ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ സ്ഥിരീകരണം ഡാനിയൽ പാട്രിക് മൊയ്നിഹാൻ പിന്നീട് സ്ഥാനപതിയായിട്ട് വന്നല്ലോ, അദ്ദേഹം എ ഡേഞ്ചറസ് പ്ലേസ് എന്ന് പറഞ്ഞ ആത്മകഥയില് CIA കോൺഗ്രസിന് 2 തവണ പണം കൊടുത്തു, ഏറ്റു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വിമോചന സമരം എന്ന് പറഞ്ഞത്, ഇപ്പം നമ്മളിവിടെ കർഷക സമരം എന്നൊക്കെ പറഞ്ഞ് മോദി സർക്കാരിനെ പുറത്താക്കാനായിട്ട് കാണുന്നില്ലേ? ഇപ്പൊ ഒരു തല്ലിപ്പൊളി ആരോപണം ഇയാൾ കൊണ്ടുവന്നില്ലേ, രാഹുൽ ഗാന്ധി, ഈ വോട്ടർ പട്ടിക എന്ന് പറഞ്ഞിട്ടുള്ള. ഇതൊക്കെ ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പല സ്ഥലത്തും ഇരിക്കുന്ന ഡീപ് സ്റ്റേറ്റിന്റെ ഒക്കെ താല്പര്യങ്ങളാണല്ലോ ഇങ്ങനെ വരുന്നത്. ഇങ്ങനെ അമേരിക്കൻ അന്നത്തെ ഡീപ് സ്റ്റേറ്റ്, അന്നത്തെ ബ്രിട്ടീഷ് ഡീപ് സ്റ്റേറ്റ്, ഇതൊക്കെ കേരളത്തിലെ കമ്മ്യൂണിസത്തിനെതിരെ EMS സർക്കാരിനെതിരെ ഡീപ് സ്റ്റേറ്റ് എന്നൊന്നും പറയുന്നില്ല, പേരില്ലാന്ന് ക്യാപിറ്റലും ക്യാപിറ്റലിസ്റ്റുകളും ഒരുമിച്ച് അതിൽ വർക്ക് ചെയ്തു എന്നുള്ളത് ശരിയാണല്ലേ? അതെ. പക്ഷെ ഇവർ അറിഞ്ഞുകൊണ്ടായിരിക്കും സർ, UK-യുടെ ഇന്റലിജൻസും US-ന്റെ ഇന്റലിജൻസും ഒരുമിച്ച് ഒരു മുന്നണിയായി വർക്ക് ചെയ്യുന്ന കാലമാണല്ലോ ആ പീരീഡ്. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം. അപ്പൊ അവരറിഞ്ഞുകൊണ്ടാവോ അതോ മത്സരിച്ച? ആരറിഞ്ഞിട്ട്? UK-യുടെ ഇന്റലിജൻസ് ആണല്ലോ. ഇപ്പൊ UK-യുടെ ഇന്റലിജൻസ് മറ്റേ ഡൽഹിയിലെ അമേരിക്കൻ എംബസിയിൽ പോയി സംസാരിച്ചു, നമ്മൾ ഒന്നിച്ച് നീങ്ങണം എന്ന് പറഞ്ഞു ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പക്ഷെ CIAക്ക് നിങ്ങളുടെ സഹായം വേണ്ടാന്ന് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ചെയ്തോളാം എന്നുള്ളതാണ്. കാരണം അത് മക്കാർത്തി യുഗമാണ് അമേരിക്കയിലെ. മക്കാർത്തി ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എവിടെ തല പൊക്കിയാലും നശിപ്പിക്കാനായിട്ട് ഇരിക്കുന്ന ഒരാളാണ്, മസ്തകത്തിനിട്ട് അടി കൊടുക്കാനായിട്ട് ഇരിക്കുന്ന ആളാണ് ഈ മക്കാർത്തി യുഗം എന്ന് പറയുന്നത്. കെന്നഡിയും മക്കാർത്തിയും സോറസ് യുഗം ആരംഭിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ. അപ്പൊ ഇത് ഒരു ആക്സെപ്റ്റഡ് ഫാക്റ്റ് ആണ്, നമുക്കന്ന് അറിയാം. നമ്മളിപ്പോ മന്നത്ത് പത്മനാഭൻ എന്ന് പറഞ്ഞ ആള് പിന്നീട് ജനീവയില് ഒക്കെ പോയി സംസാരിക്കുകയും, അദ്ദേഹത്തിന് ഇംഗ്ലീഷൊന്നും അറിയില്ലായിരുന്നു, പക്ഷെ പിന്നീട് ജനീവയിലേക്കും ഒക്കെ പോയതൊക്കെ അറിയാമല്ലോ. സഭയുമായി കൈകോർത്തത് അന്ന് ഇവിടെ പാറേക്കാട്ടിൽ ഇല്ലേ, ജോസഫ് പാറേക്കാട്ടിലാണ് കർദിനാൾ അദ്ദേഹം. അതുപോലെ അങ്കമാലിയിലെ വെടിവെപ്പ്, മറ്റേ വലിയ തുറയില് ഫ്ലോറിയുടെ എന്ന് പറഞ്ഞ ഗർഭിണി, ഇങ്ങനെ ചില പിന്നിൽ തീർച്ചയായിട്ടും അല്ലേ നമുക്ക് എന്തൊക്കെ പറഞ്ഞു. നെഹ്റു ആ കാലത്ത് തിരുവനന്തപുരത്ത് വന്നിറങ്ങി. നെഹ്റു EMSനെ അത് മുഖ്യമന്ത്രി സ്വീകരിക്കാൻ പോവല്ലോ, നിങ്ങൾ എത്ര പെട്ടെന്ന് ഇവരെയൊക്കെ ശത്രുക്കളാക്കി എന്ന് അന്ന് EMSനോട് ചോദിച്ചു. ഇന്ന് ചരിത്രത്തിലുണ്ടല്ലോ. എന്തായാലും 2 കൊല്ലല്ലേ ഉണ്ടായിരുന്നു. അതെ. ഈ വിഷയത്തെക്കുറിച്ച് ഓതന്റിക് ആയിട്ടുള്ള ഒരു വിവരങ്ങളാണ് സാറ് പങ്കുവച്ചത്. അത്ഭുതത്തോടെ അല്ലെങ്കിൽ ഞെട്ടലോടെ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം, എത്ര തന്നെ കമ്മ്യൂണിസ്റ്റുകാരോട് വിയോജിക്കുന്നവർക്കും ഒരു കാര്യം പറഞ്ഞേ തീരൂ, ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുന്നതിൽ വളരെ ഗൗരവമായ ഒരു ആഗോള അജണ്ട ഉണ്ടായിരുന്നു എന്നത് വസ്തുതയാണ്. ആ വസ്തുത ആർക്കും നിഷേധിക്കാനാവില്ല. അതൊരിക്കൽ കൂടി അടിവരയിട്ട് ഉറപ്പിക്കുന്ന പുസ്തകമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അല്ലേ? നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.